ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുപയർ കൊണ്ട് തയ്യാറാക്കിയ വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ചെറുപയറിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ ഭക്ഷണങ്ങളോടാണ് കൂടുതൽ താല്പര്യം. പയർ സാധാരണ രീതിയിൽ കഴിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ടാകാം. അവർക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്ക്. ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പച്ചരി കൂടി ചേർക്കുന്നുണ്ട്. ദോശ ക്രിസ്പി ആവാനായിട്ട് ഈ പച്ചരി സഹായിക്കും. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് 4-5 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. രാത്രി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് കുതിർന്നിരിക്കും. ഇപ്പോൾ 7 മണിക്കൂറായി നന്നായിട്ടിത് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിൽ 1 പച്ചമുളക് ചേർക്കാം, ഒരല്പം ഇഞ്ചിയും 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിത് 1/2 ടീസ്പൂൺ പിങ്ക് സോൾട്ടാണ് ഉപയോഗിച്ചത്. അരയാൻ ആവശ്യമുള്ള വെള്ളമൊഴിക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല കുതിർന്ന പയറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. നല്ല ഫൈനായിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനി ഒട്ടും തന്നെ വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ കോരി ഒഴിച്ച് ചുടാം. ചെറുപയറൊക്കെ വാങ്ങിയാൽ അത് 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ബാക്കി എന്തായാലും അധികം വരും. അപ്പോൾ അത് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ അതിൽ പ്രാണിയും ചെള്ളുമൊക്കെ കയറി നാശമാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പയർ വീട്ടിലധികം വന്നിരിക്കുന്നത് ഞാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. എന്നാലിപ്പോൾ പയർ അധികം വരാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ദോശ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. കൂട്ടി കഴിക്കാനായിട്ട് ഒരു സാധാരണ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഈ ചെറുപയർ ദോശയോടൊപ്പം കഴിക്കാനായിട്ട് ഉള്ളിയും ടൊമാറ്റോയും കൂടെയുള്ള ചട്നിയും നല്ല ടേസ്റ്റാണ്. ഉള്ളിയും ടൊമാറ്റോയും കൂടെ ചേർന്നുള്ള ചട്നിക്ക് കുറച്ചുകൂടി എണ്ണ ആവശ്യമാണല്ലോ. അതുകൊണ്ടാണ് ഞാനിത് തേങ്ങ ചട്നി ഉണ്ടാക്കിയത്. എണ്ണയും മസാലയും ഉപ്പുമൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കാൻ നോക്കുക. പാൻ ചൂടാക്കിയിട്ട് ഒരല്പം എണ്ണ പുരട്ടി അതൊന്ന് തുടച്ചു മാറ്റാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. തീ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ദോശമാവ് കോരി ഒഴിക്കാം. വളരെ എളുപ്പമാണ്. നന്നായിട്ട് എത്ര വേണോ ഇത് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. അത്രയും സോഫ്റ്റാണ് ഈ മാവ്. ഇതുപോലെ വലിയ ദോശക്കല്ലാണെങ്കിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരല്പം മാറ്റി കൊടുക്കണം. അപ്പോൾ തീ എല്ലാ ഭാഗത്തും ഒരുപോലെ വരും. ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പണ്ടൊക്കെ നല്ല മണമുള്ള ചക്കിലാട്ടിയ നല്ലെണ്ണ കിട്ടുമായിരുന്നു. ആ നല്ലെണ്ണ ചേർത്തുണ്ടാക്കിയ ദോശയുടെ മണവും രുചിയുമൊന്നും ഇപ്പോൾ എത്ര പറഞ്ഞാലും തീരില്ല. ഇതുപോലെ ഒരല്പം ചുമന്ന് വരുമ്പോൾ നമുക്കിത് എടുക്കാം. മറിച്ചിടേണ്ട ആവശ്യമില്ല. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ദോശ കണ്ടാൽ കഴിക്കാത്തവരായിട്ട് ആരും തന്നെ കാണുകയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ആരോഗ്യത്തിന് അത്യുത്തമമായിട്ടുള്ള പയറാണ്. ഇത് കണ്ടില്ലേ നിങ്ങൾ? പയറും ഒരല്പം അരി പച്ചരി, സാധാരണ പച്ചരിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് എത്ര എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. ഇത് കുറച്ചുകൂടി ഗ്രീൻ കളറിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചീരയിലയോ മല്ലിയിലയോ 1 പിടി ചേർത്താൽ നല്ല ഗ്രീൻ കളറിലുള്ള ദോശ കിട്ടും. കളർഫുള്ളായിട്ടുള്ളതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ 1 കപ്പ് ചെറുപയർ കൊണ്ട് 8 ദോശ ഇത്രയും വലിപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. സാധാരണ നമ്മൾ ചെറുപയറൊക്കെ വാങ്ങിയാൽ ഒരു ദിവസം തോരൻ വയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എരിശ്ശേരി അങ്ങനെയുള്ളത് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ആ പയർ അവിടെ തന്നെ ഇരിക്കും. നമ്മളത് മറന്നു പോവുകയും ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അതിൽ മുഴുവനും ചെള്ളും പ്രാണിയും ഒക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെറുപയർ ഇനി ആ രീതിയിൽ നഷ്ടപ്പെടുത്തി കളയില്ലല്ലോ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഗ്യാരണ്ടിയാണ്. ഒരു പാടുമില്ല. നല്ല എളുപ്പമാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.